ഹായ്, വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ പെരട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടേക്കണേ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ചിക്കൻ പെരട്ടിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 കുടം വെളുത്തുള്ളി, 2 തക്കാളി, പിന്നെ അതുപോലെ തന്നെ മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ ഈ മുളകാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തതായി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിടുന്നുണ്ട്. അതുപോലെ പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാട്ടോ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. പാൻ ഒന്ന് ചൂടാവുമ്പോൾ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് 3 കറുവാപ്പട്ടയും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നമ്മൾ നീളത്തിന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ എണ്ണയിലോട്ട് ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ നിറം ആവണം, അതുവരെ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഉള്ളിയൊക്കെ ഗോൾഡൻ നിറമാകുമ്പോൾ നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടുന്നത് തക്കാളി പേസ്റ്റാണ്. ഞാൻ 2 തക്കാളി മിക്സിയിലൊന്ന് പേസ്റ്റ് ഫോമിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യാം. അടുത്തതായി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് 2.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുക്കി പിടിക്കരുത് കേട്ടോ. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ഈ ഒരു സമയത്ത് ഞാൻ 1/4 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം കൂടി പോകരുത് കേട്ടോ, വളരെ കുറച്ച് മാത്രം മതി. വെള്ളം മസാലയിലൊക്കെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടെ ഒരു പേസ്റ്റ് ഫോമിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കൻ എല്ലാ പീസും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ഈ പേസ്റ്റിലോട്ട് ആഡ് ചെയ്യാം. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ പൊടിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണേ. ഈ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ഉള്ളി വഴറ്റുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതിയേ. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. നമുക്ക് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണ്ടുന്നതാണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് കുക്കിംഗ് ടൈം ഉണ്ട് കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇടവിട്ട് നമ്മൾ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും മൂടി വയ്ക്കാം. അങ്ങനെ 10 മിനിറ്റിനുള്ളിൽ 3 തവണ ഇതുപോലെ തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റോളം ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആവുന്നത്. കണ്ടില്ലേ,
എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതാണ് നമ്മുടെ ചിക്കൻ പെരട്ടിന് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനായിട്ട് പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് നമ്മുടെ വറ്റൽമുളക് ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഈ ഒരു വറ്റൽമുളക് ക്രഷ് ചെയ്തത് നമുക്ക് ആ ഓയിലിലോട്ട് ആഡ് ചെയ്യാം. അടുത്തതായി വേണ്ടുന്നതാണ് കറിവേപ്പില എത്ര കൂടുന്നോ അത്രയും നമ്മുടെ ചിക്കൻ പെരട്ടിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. രണ്ടും കൂടെ നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് അതിൻ്റെ ഒരു കളറൊന്ന് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോവരുത് കേട്ടോ, ശ്രദ്ധിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ ചിക്കൻ പെരട്ടിലോട്ട് ആഡ് ചെയ്യാം. ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ഗ്രേവിയോടും കൂടി ചിക്കൻ പെരട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ലൊരു മണവും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൊറോട്ടയും അതുപോലെ തന്നെ ഈ ചിക്കൻ പെരട്ടും എടുത്ത് നല്ലോണം ഒന്ന് പിടിച്ച് നോക്കണം. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.